ഹലോ, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സാലഡ് റെസിപ്പി ആയിട്ടാണ്. അപ്പം നിങ്ങൾ വെയിറ്റ് ലോസ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അല്ലെങ്കിലും രാത്രി ചോറ്, ചപ്പാത്തി വക സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ സാലഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ സാലഡ്. ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, പിന്നെ ഒരു ക്യൂക്കുംബർ, അതായത് നമ്മുടെ കക്കിരി അരിഞ്ഞെടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എങ്ങനെ വേണം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മുളപ്പിച്ച പയറാണ്. മുളപ്പിച്ചതോ മുളപ്പിക്കാത്തതോ ഏത് പയർ വേണമെങ്കിലും ഉപയോഗിക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുളപ്പിച്ച പയർ. നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ വേവ് വന്നിട്ടുള്ളതാണ്. കുറച്ച് ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിച്ചത്. അപ്പം മുളപ്പിച്ച പയറാണെങ്കിൽ കൂടുതൽ നല്ലതാണ്, കൂടുതൽ ന്യൂട്രീഷ്യൻസ് നമ്മുടെ മുളപ്പിച്ച പയറിലാണുള്ളത്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നമ്മുടെ പയർ, അതേപോലെ കക്കിരി, ക്യാരറ്റ് ഒരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഈ കുറച്ച് ഫ്ലേവേഴ്സൊന്നും ഇല്ലാതെ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അതായത് ഈ ഫ്ലേവേഴ്സൊന്നും ഇല്ലാതെ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്നെപ്പോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചാറ്റ് മസാലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഈ ചാറ്റ് മസാല ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് നമ്മുടെ സാലഡിന് കിട്ടും. അപ്പം അതും ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിന് ശേഷം ഒരു ഹാഫ് ലെമൺ നന്നായിട്ട് സ്ക്യൂസ് ചെയ്യുക. അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡിന്നർ ഇതാണ് നമ്മുടെ മെയിൻ ഡിന്നർ ഐറ്റം. ഓക്കെ, അപ്പം ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.